നമസ്കാരം, ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസ് നമുക്ക് ഇന്ന് 10/2023 ക്വസ്റ്റ്യൻസാണ് ചെയ്യാനുള്ളത്. അറ്റൻഡർ എന്നുള്ള തസ്തിക നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. LDC എക്സാം അടുത്തു അല്ലേ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. 1 hour and 30 minutes ആണ് നമ്മുടെ ടൈമുള്ളത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയില്ലാത്ത പ്രസ്താവന ഏതാണ്? ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ആൻസർ എന്താണ് നമുക്ക്? അല്ലേ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രം. ഏതാണ്? ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നുള്ളതാണ് എന്ത്? ശരിയല്ലാത്ത പ്രസ്താവന അല്ലേ. ലാഹോർ സമ്മേളനം എന്ന് പറയുമ്പോൾ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് നമുക്കറിയാം അല്ലേ. 1929 അത് നടക്കുന്നത് അല്ലേ. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ. ആ സമയത്താണ് എന്ത് നടക്കുക? ത്രിവർണ്ണ പതാക ആദ്യം ഉയർത്തപ്പെടുന്നു. എന്ന 29 ഡിസംബർ 31 അല്ലേ. ഇതൊക്കെ അറിയാം. പിന്നീട് എന്താണ് പറഞ്ഞത്? 29 എന്ത് നടക്കുക? ആ ലാഹോർ സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഖേദാ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ് വരിക? 1ഉം 3ഉം. ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ഖേദ സത്യാഗ്രഹം അല്ലേ, ഖേദാ സമരമുണ്ട്. പിന്നെ ചമ്പാരൻ ഫസ്റ്റ് സമരം അറിയാമല്ലോ. ചമ്പാരനും ഖേദയും അറിയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അല്ലേ. 1ഉം 2ഉം ആണെന്ത്? അംഗമല്ലാതിരുന്ന വ്യക്തികൾ 1ഉം 2ഉം അല്ലേ. ആരൊക്കെയാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു, അതുപോലെ എന്താണ്, ഇർവിൻ പ്രഭു അല്ലേ. ഇവർ രണ്ടും ഏത്? ക്രിപ്സ് മിഷനിൽ അംഗമല്ലായിരുന്നു. AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ് അല്ലേ. പിന്നെ ഒരാളാണ് പെത്വിക് ലോറൻസ് കൂടിയാണ് എന്ത്? ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നത്. നെക്സ്റ്റ് വരുന്നത്, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. 1798 നടപ്പിലാക്കുന്നത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിർത്തണം. എന്താണ് ബന്ധപ്പെടാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അല്ലേ. 2 മാത്രമാണ് അതിൻ്റെ ബന്ധമില്ലാത്ത പ്രസ്താവന. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയത്തക്ക പേരുകൾ ഏതൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി ജിന്ന, സാലിം അലി, മൗലാന ഷൗക്കത്ത് അലി. ആൻസർ നമ്മുടെ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1 and 4 അല്ലേ. ചേർത്ത് പറയപ്പെട്ട പേരുകൾ മീൻസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ വരുന്ന പേരുകൾ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, പിന്നെ ആരാണ്? മൗലാന ഷൗക്കത്ത് അലി അല്ലേ. മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് എന്ത്? ഖിലാഫത്ത് പ്രസ്ഥാനം ബന്ധപ്പെട്ട പേരുകൾ വരുന്നത് അല്ലേ. ഈ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ആ പൂർണ്ണ സ്വരാജ് ബന്ധപ്പെടുത്തിയൊരു കാര്യം വരുന്നില്ലേ 29 തന്നെ. ഏതായിരുന്നു? 14 തത്വങ്ങളില്ലേ, നെഹ്റു റിപ്പോർട്ടിൻ്റെ എതിർത്തുകൊണ്ട് 14 തത്വങ്ങൾ സമർപ്പിക്കുക രൂപം കൊടുക്കുന്ന അതാരാണ്? ഈ മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടതാരാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലേ. അതിൽ ആരൊക്കെയുണ്ട്? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഈ രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചേക്കുന്നത്? അമേരിക്ക, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അയർലൻഡ്. ആൻസർ ഓപ്ഷൻ ഡി, അയർലൻഡ് അല്ലേ. നിർദ്ദേശക അയർലൻഡ്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാണ്? കേരളം, മണിപ്പൂർ, ഗുജറാത്ത്, രാജസ്ഥാൻ.
നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി മണിപ്പൂരാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, അംബേദ്കർ, ഗാന്ധിജി. നമ്മുടെ ആൻസർ എന്താണ് ഇവിടുത്തത്? ഓപ്ഷൻ ബി ആണ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം എന്താണ്? കേരളം, കർണാടകം, രാജസ്ഥാൻ, ഗുജറാത്ത്. നമ്മുടെ ആൻസർ അല്ലേ ഓപ്ഷൻ സി രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്ക്, ഉപരാഷ്ട്രപതിക്ക്, പാർലമെൻറ്റിന്, പ്രധാനമന്ത്രിക്ക്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? നമ്മുടെ ആൻസർ എന്താണ്? പാർലമെൻറ്റ്. ഓപ്ഷൻ സി പാർലമെൻറ്റിനാണ് നമ്മുടെ ഭേദഗതിക്ക് അവകാശമുള്ളത്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം, അതിന് നേരെ ടി കെ മാധവൻ. പായൽ സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ. ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ. ഇതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നമുക്ക് എന്താ പറയുക? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ. പാലിയം, ഇതാണ്. ഇത് മാത്രം നമുക്ക് വേണ്ട, ബാക്കിയില്ല, ബാക്കിയൊക്കെ അറിയാവുന്നതാണ്. വൈക്കം, ടി കെ മാധവൻ, ഗുരുവായൂർ, കേളപ്പില്ലേ. അത് രണ്ടും പഠിക്കുമ്പോഴും അത് രണ്ടും നമുക്ക് കിട്ടാറുണ്ട്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണ്? ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ അല്ലേ. വായിക്കുമ്പോൾ ഒരു ഊഹമൊക്കെ വരുന്നുണ്ട്. ആൻസർ നമുക്ക് എന്താ പറയുക? ഏതൊക്കെയാണ് രചനകൾ? രചനകൾ ഏതൊക്കെയാണ്? ആൻസർ ഇതാണ്, ഓപ്ഷൻ എ ആണല്ലേ. ഒന്നും നിരൂപണം, പിന്നെന്താ ആദിഭാഷ അല്ലേ. നിരൂപണവും ആദിഭാഷയും. നെക്സ്റ്റ് വൺ, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? കോവിലകത്തും വാതുക്കൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു, കുളച്ചിൽ യുദ്ധം നടന്നു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 എന്താണ്? ശക്തൻ തമ്പുരാൻ്റെ കാര്യങ്ങളാണ് അല്ലേ. 1, 2 തൃശ്ശൂർ പൂരം ആരംഭിച്ചതറിയാം അല്ലേ. 4 കൂടൽമാണിക്യം അറിയാം. കുളത്തിൽ നമുക്ക് വേറെ തരത്തിൽ അറിയാമല്ലോ, ശരിക്കും അറിയാവുന്ന കാര്യം അത് തന്നെ അല്ലേ. അപ്പോൾ കോവിലകത്തും വാതുക്കൽ, തൃശ്ശൂർ പൂരം, കൂടൽമാണിക്യം ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു. ആൻസർ എന്താണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠസ്വാമികൾ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1821 നടക്കുന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇതിനകത്ത് യോജിക്കാത്ത പ്രസ്താവന എന്താണ് അല്ലേ? ആറ്റിങ്ങൽ കലാപമാണ് നോക്കേണ്ടത്. നമ്മുടെ ആൻസർ നമുക്ക് എന്തെഴുതാം? ഓപ്ഷൻ സി ആണല്ലേ. 4 മാത്രമാണ് എന്ത്? യോജിക്കാത്ത പ്രസ്താവന. 4 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന അല്ലേ. ബാക്കി നോക്കാം അല്ലേ, അതൊക്കെ നമുക്കറിയാവുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരനായ രാജ്യം അർജൻറ്റീന, മൊറോക്കോ, ക്രൊയേഷ്യ, ഫ്രാൻസ്. 22 ലോകകപ്പാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ് എടുത്തത്? ഓപ്ഷൻ ഡി അല്ലേ, ഫ്രാൻസ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഫ്രാൻസ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല ഏതാണ്? ഏത് ജില്ലയാണ്? ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, കൊല്ലം ജില്ല. ഏതായിരിക്കും? ഇടുക്കി ജില്ല. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ആൻസർ നമുക്ക് എന്തെഴുതാം?
ബാർലിയാണ് ഉത്തരം വരിക. ഓപ്ഷൻ ബി ബാർലിയാണ് അതിൻ്റെ ഉത്തരം. ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അടുത്തത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ്. 98 മെയ് 17, 99 ഏപ്രിൽ 1, 93 മെയ് 17 ഇവയൊന്നും അല്ല. നമ്മുടെ ആൻസർ എന്താണത്? 98 മെയ് 17 അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതാണ്. 98 മെയ് 17. നെക്സ്റ്റ്, 2021 വായന ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം. പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? കായംകുളം, അരുവിക്കര, പുനലൂർ, പെരുംകുളം. നമ്മുടെ ആൻസർ ശരിക്കും എന്താണ്? നമ്മുടെ ആൻസർ പെരുംകുളം. പുസ്തക ഗ്രാമം പെരുംകുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? GSTയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നേക്കുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതി എന്നാണ് ചോദിച്ചേക്കുന്നത്? 104, 95, 101, 100 ഭേദഗതി. GST ആണ് ഏത് ഭരണഘടനാ ഭേദഗതി എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 101 ഭേദഗതി അല്ലേ? ഓപ്ഷൻ സി 101 ഭേദഗതി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ, വർഗീസ് കുര്യൻ, ഹരിലാൽ ചൗധരി, ഇവരാരുമില്ല. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആൻസർ നമുക്ക് അറിയാം, MS സ്വാമിനാഥൻ. ഇനി 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? C രംഗരാജൻ, NK സിംഗ്, വിജയ് കേൽക്കർ, KC പന്ത്. ആൻസർ എന്താ വരുന്നത്? NK സിംഗ്. 15ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ്, 15 സിംഗ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 50 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ശില്പി PC മഹലനോബിസാണ്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ആൻസർ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ? 1, 2, 3, 4 അല്ലേ? പ്ലാനിംഗ് കമ്മീഷനൊക്കെ പഠിച്ചു വയ്ക്കുക. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി, കരിമ്പ്. ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഏത് മണ്ണായിരിക്കണം? കറുത്ത മണ്ണ്. പരുത്തിക്ക് കറുത്ത മണ്ണാണ്. കരിമ്പ് തുടങ്ങിയവയ്ക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് കിഴക്കൻ, വടക്ക് കിഴക്കൻ, വടക്ക് പടിഞ്ഞാറൻ, തെക്ക് പടിഞ്ഞാറൻ. ഏറ്റവും കൂടുതൽ മഴ ഇന്ത്യക്ക് എപ്പോഴാണ് കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ എന്താണ്? കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? പർവ്വതവനങ്ങൾ, ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ, കണ്ടൽ വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? പശ്ചിമ ബംഗാൾ ചോദിച്ചേക്കുന്നില്ലേ? നമുക്ക് ആൻസർ എന്താ വരിക? കണ്ടൽ വനങ്ങൾ അല്ലേ? അതും നമുക്ക് അങ്ങനെ കൂടി എഴുതാം. നെക്സ്റ്റ്, ഭ്രംശതാഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഭ്രംശതാഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഗംഗ, ബ്രഹ്മപുത്ര, നർമ്മദ, തപി. നമ്മുടെ ആൻസർ എന്താണ് അല്ലേ? ഓപ്ഷൻ സി നർമ്മദയാണ് അല്ലേ? പടിഞ്ഞാറോട്ട് നർമ്മദയാണ്. പരീക്ഷ ഹോളിലിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വായിച്ചു പോയാൽ ചിലപ്പോൾ കിട്ടുമെന്നും വരില്ല കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പെർഫെക്റ്റായി വായിക്കണം എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ആ സമയത്ത് ഒക്കെ ധൃതിയൊക്കെ തോന്നാം. നെക്സ്റ്റ് വൺ, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും സിന്ധുവും, ഗംഗയും ബ്രഹ്മപുത്രയും,
സിന്ധുവും യമുനയും ഗംഗയും സരസ്വതിയും. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ബിസിനസ് ജെറ്റ് ടെർമിനൽ. ഓപ്ഷൻസ്: ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം, കൊച്ചി, ചെന്നൈ. ഇന്ത്യയിലകത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ, ബിസിനസ് ജെറ്റാണ് ചോദിച്ചേക്കുന്നത്. ഏതാണത്? നമ്മുടെ ഓപ്ഷൻ സി, നമ്മുടെ കൊച്ചിയാണ്. ഓപ്ഷൻ സി കൊച്ചിയാണ്. ബിസിനസ് ജെറ്റ് ടെർമിനൽ ഓപ്ഷൻ സി കൊച്ചിയാണ് കേട്ടോ. മിഷൻ ഭൂമിപുത്ര മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസം, ബീഹാർ, ഒഡീഷ, കേരളം. മിഷൻ ഭൂമിപുത്ര എവിടെയാണ്? നമ്മുടെ ആൻസർ അസം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ച നിരക്കുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ച നിരക്കുള്ള ജില്ല ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? മൺസൂൺ ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഉണ്ടോ? മറ്റേത് ഇന്ത്യയിലും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇനി ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ദേശീയപാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ദേശീയപാത ഏതാണ്? ഓപ്ഷൻ സി NH 744 അല്ലേ? 744 744 ആണ് അല്ലേ? 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് 744 NH അല്ലേ? ദേശീയപാത, നാഷണൽ ഹൈവേ 77 ആണോ? 744 744 പോകുന്നത്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് അല്ലേ? ദേശീയപാത ഏതാണ്? 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, പാലക്കാട്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗം ഏതാണ്? വയനാട്. ഓപ്ഷൻ ബി വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പരുത്തി. വയനാട്, കോട്ടയം, ഇടുക്കി, പാലക്കാട്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി പാലക്കാടാണ്. അടുത്തത്, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെങ്കുളം. തൃശ്ശൂർ, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം അല്ലേ? സെങ്കുളമാണ്, ചെങ്കുളമാണ്. 37. നെക്സ്റ്റ് വൺ ഓപ്ഷൻ ബി അല്ലേ? ഇടുക്കിയാണ് ആൻസർ. ചെങ്കുളം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാട്, നൂറനാട്, കുമരകം, പാത്തിരാമണൽ. നമ്മുടെ ആൻസർ ശരിക്കും എന്താണ്? നൂറനാടാണ് പക്ഷിഗ്രാമം. ഏറ്റവും കൂടുതൽ തീരദേശം കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? കണ്ണൂരാണ്. നെക്സ്റ്റ് വൺ, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? വേമ്പനാട് കായൽ, പായിപ്പാട്ട് കായൽ, വെള്ളായണിക്കായൽ, അഷ്ടമുടിക്കായൽ. നമ്മുടെ ആൻസർ ശരിക്കും എന്താണ്? ഓപ്ഷൻ സി വെള്ളായണിക്കായൽ. ഓപ്ഷൻ സി വെള്ളായണിക്കായലാണ് അയ്യങ്കാളി ട്രോഫി. വെള്ളായണിക്കായലാണ് അയ്യങ്കാളി ട്രോഫി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി കുമളിയാണ് ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവ, കൊല്ലം, കണ്ണൂർ, വയനാട്. കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണിത്? ആൻസർ എന്താണ്? നമ്മുടെ ഓപ്ഷൻ എ ആലുവ. കാർബൺ ന്യൂട്രൽ ഫാം റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ തോന്നി. കാർബൺ ന്യൂട്രൽ ഫാം ആലുവ. കേരളത്തിൽ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് പവർ പ്ലാന്റ് എവിടെയാണ്? ആൻസർ ഇവിടെയാണ്, നമ്മുടെ മേപ്പാടി അല്ലേ? വയനാട്. നെക്സ്റ്റ് വൺ,
ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിനും സാധ്യമാകുന്ന അന്തരീക്ഷപാളി ഏതാണ്? അയണോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ അല്ലേ? ഇതിലെ ആൻസർ എന്താണ് നമുക്ക് വേണ്ടത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ അല്ലേ, അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളാണ് ഇവിടെ സാധ്യമാവുക. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിക്കുന്ന ആരാണ്? പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ലോക്സഭാ സ്പീക്കർ. ഇതിലാരാണ് ആൻസർ വരിക? നമുക്ക് പ്രധാനമന്ത്രി. ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? 1098. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? കാരൂർ നീലകണ്ഠപിള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, വയലോപ്പള്ളി ശ്രീധരമേനോൻ, AP ഉദയഭാനു. വിത്തും കൈക്കോട്ടും അല്ലേ, ഒരു പാഠകൃതി ആരുടെ സൃഷ്ടിയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നമ്മുടെ വയലോപ്പള്ളി ശ്രീധര മേനോൻ. വിത്തും കൈക്കോട്ടും ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. വിത്തും കൈക്കോട്ടും വയലോപ്പള്ളിയുടെയാണ്. എനർജി അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂളാണ്. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്, കർണാടകം, തമിഴ്നാട്, തെലുങ്കാന. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫോർട്ടിൻ്റെ ആൻസർ തെലുങ്കാനയായിരുന്നു. തെലുങ്കാന. ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലുങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തായിരുന്നു? ആസാദിക അമൃത് മഹോത്സവം. രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. G20 രാജ്യങ്ങളുടെ നേതൃപദവി സ്വീകരിച്ചു. ഇതൊന്നുമല്ല. 22 ഒക്ടോബർ 1 വരുന്നത് അല്ലേ? ഒക്ടോബർ 1 നോക്കാം. നമ്മുടെ ആൻസർ എന്താണ്? 5G ആണ് കേട്ടോ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ ഏതാണ്? ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയം വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, പ്രചന്ദ്. ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ പ്രചന്ദ്. വിദ്യാഭ്യാസ ചാനലിലെ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? നൂറുമേനി. വൈറ്റമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. എയുടെ രാസനാമം റെറ്റിനോളാണ്. എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത രോഗമുണ്ടാകുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന മാത്രം തിരഞ്ഞെടുക്കുക അല്ലേ? ശരി ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? 1ഉം 2ഉം ശരിയാണ് അല്ലേ? ഏകദേശം വൈറ്റമിൻ എയെക്കുറിച്ചൊക്കെ അറിയാം. 1ഉം 2ഉം ശരിയാണ്. റെറ്റിനോളെന്നും അറിയാം അല്ലേ? നിശാന്തതയെന്ന് നമുക്ക് അറിയാം. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്പിസ്, മാലിയസ്, റേഡിയസ്, അൾഡ. സ്മോൾ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് അല്ലേ? സ്മോൾ പറഞ്ഞാൽ സ്റ്റേപ്പിസ് വരുള്ളൂ. നെക്സ്റ്റ്, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ശ്രീകാര്യം, പട്ടാമ്പി, മണ്ണുത്തി, മങ്കൊമ്പ്. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഇവിടെയാണ്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, മണ്ണുത്തിയാണ് ആൻസർ. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി. ഇത് പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ, പഴയ ജീവിക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? തെന്മലയാണ്. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നമുക്ക് നെഫ്രൈറ്റിസ് കരളാണോ, ശ്വാസകോശമാണോ, തലച്ചോറാണോ, വൃക്കയാണോ? നെഫ്രൈറ്റിസ് എവിടെയാണ് ബാധിക്കുക? ഓപ്ഷൻ ഡി അല്ലേ? വൃക്കയാണ്, കിഡ്നി. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 22 വൈദ്യശാസ്ത്രം. ബാരി ഷാർപ്ലസ്, ജോൺ എഫ് ക്ലൗസർ, ഡഗ്ലസ് ഡയമണ്ട്, സ്വാന്തേ പേബോ. വൈദ്യശാസ്ത്രം ആർക്കായിരുന്നുള്ളതാണ്? ആർക്കാണ്? പേബോ. സ്വാന്തേ പേബോ. വൈദ്യശാസ്ത്രം
വൈദ്യം പേബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലുങ്കാന, ഉത്തർപ്രദേശ്. എവിടെയാണ് കുനോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ മധ്യപ്രദേശാണ് കുനോ നാഷണൽ പാർക്ക്. മധ്യപ്രദേശാണ് കുനോ നാഷണൽ പാർക്ക്. അവിടെ കുനോ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ അല്ലേ, അവിടെ ആരെയാണുള്ളത്? സ്ഥലം ഷിയാംപൂരിലാണ്. കുനോ നാഷണൽ പാർക്ക് ഷിയാംപൂരിലാണ്. നെക്സ്റ്റ് വൺ, രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്, തുല്യമാക്കപ്പെടുന്നത്? പിണ്ഡം, വ്യാപ്തം, മർദ്ദം, ഇതൊന്നുമല്ല. ആൻസർ എന്താ നമുക്ക് വേണ്ടത്? ഓപ്ഷൻ എ അല്ലേ, ഓപ്ഷൻ എ പിണ്ഡമാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറഞ്ഞതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക പിണ്ഡം, മാസ് നമ്പർ, അറ്റോമിക നമ്പർ, ഇതൊന്നും അല്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണല്ലേ, അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരിച്ചേക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ബോക്സൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, ഹെമറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, സിന്നബാർ. ഇതിലേതാണ് മെർക്കുറിയുടെ അയിരെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? സിന്നബാർ. ഇന്നയല്ല, സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറഞ്ഞതിൽ ഏത് കാരണം കൊണ്ടാണ്? ഒന്ന്, താപപ്രസരണം വേഗത്തിൽ നടക്കുന്നതുകൊണ്ട്, മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നതുകൊണ്ട്, പ്രഷർ കുക്കർ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, ഇതൊന്നും അല്ല അല്ലേ. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണല്ലേ, മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നു അല്ലേ. കുക്കർ അടുപ്പിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നത് കൊണ്ടാണ് വേഗം ചോറ് വെന്ത് കിട്ടുന്നതെന്ന് ആലോചിക്കുക അല്ലേ. അപ്പോൾ ആൻസർ പഠിക്കാം. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്, തിളനില കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ആഹാര സാധനം വേഗത്തിൽ നമുക്ക് കിട്ടുന്നത്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് അത്? പിണ്ഡം, വ്യാപ്തം, ജഡത്വം, ഇതൊന്നുമല്ല. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ജഡത്വം. ജഡത്വം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കർണാടക ഹൈക്കോടതി, കേരള ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി, ഇവയൊന്നും അല്ല അല്ലേ. ഏതായിരിക്കും? നമ്മുടെ ആൻസർ എന്താണ്? കേരള ഹൈക്കോടതി അല്ലേ, കേരള ഹൈക്കോടതി. നെക്സ്റ്റ് വൺ, സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറഞ്ഞതിൽ ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചാണ്. സൂര്യൻ അല്ലേ. ആദിത്യ L1, അപ്പോളോ 1, വോയേജർ, ഇതൊന്നുമല്ല. നമുക്കറിയാതാണ് ആൻസർ. നമ്മുടെ ആൻസർ എന്താണ്? ആദിത്യ L1 അല്ലേ, സൂര്യൻ, ആദിത്യൻ. നെക്സ്റ്റ് വൺ, കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന സമയം ആണോ? ദിവസം എത്ര ചോദിച്ചു? ഇത്ര ദിവസമാണ്. 8, 30, 14, 25. ഇത്ര ദിവസം എടുക്കും ഒരു മുട്ട വിരിയിക്കാൻ? 8 ദിവസം അല്ലേ. ചുമ്മാ നല്ല ഇത്ര അങ്ങോട്ട് പെരുകുന്ന ആലോചിക്കുക അല്ലേ. പെട്ടെന്ന് കുറച്ച് ദിവസം മതി അവർക്ക്. നെക്സ്റ്റ് വൺ, പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ത്? രോഗം ഏതാണ്? ബ്രോങ്കൈറ്റിസ് അല്ലേ. നമ്മൾ പുകവലിക്കുമ്പോൾ അകത്തേക്കും പുക എടുക്കില്ലേ, അതെങ്ങോട്ട് പോകും? ശ്വാസകോശത്തിലേക്ക് പോകും അല്ലേ. അവിടെ ബ്രോങ്കൈകളുണ്ട് അല്ലേ, ബ്രോങ്കൈ ഉണ്ട്. പിന്നെയല്ലേ വലിയ ശ്വാസകോശം 2 വരിക അല്ലേ. മൂക്കിൽ കൂടെ വന്നിട്ട് നാസാദ്വാരത്തിൽ കൂടെ പോയി, നാസാഗളത്തിൽ കൂടെ പോയി ബ്രോങ്കൈ വഴി പോയി 2 ബ്രോങ്കിയോൾസിലും പോകും അല്ലേ. അവിടെ എല്ലാം അങ്ങ് അസുഖമാകും. അതങ്ങനെ ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബ്രോങ്കൈറ്റിസ്. ഇനി ലോകാരോഗ്യ അതല്ലെങ്കിലും ഉണ്ടാകും കേട്ടോ. ബ്രോങ്കൈറ്റിസ് പുകവലി കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത്, അല്ലാതെ ഇൻഫെക്ഷൻസ് വഴിയും ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, ജനീവ. ഏതാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജനീവയാണ്. ലോകാരോഗ്യ സംഘടന, ആരോഗ്യം ജീവിക്കാൻ, ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഹൃദയം, വൃക്ക,
കരൾ, ആമാശയം. നമ്മുടെ ആൻസർ എന്താണ്? ഏറ്റവും വലിയ ഗ്രന്ഥി അറിയാമല്ലേ? കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി അല്ലേ? 2 ഇതളോട് കൂടിയിരിക്കും വലിയ ഗ്രന്ഥി കരൾ. മുറിഞ്ഞു പോയാലല്ലേ വീണ്ടും വീണ്ടും പുനർജീവൻ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം. ചലനരഹിത സന്ധിക്ക് ഉദാഹരണം: ഇടുപ്പ്, തലയൊട്ടിയിൽ, കൈമുട്ടിൽ, കാൽമുട്ടിൽ. ഏത് സന്ധിക്കാണ് ചലനരഹിതമുള്ളത് അല്ലേ? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? തലയോട്ടിയിലെ സന്ധിയാണ് ചലിക്കാൻ രഹിതം അല്ലേ? ചലിക്കാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. തലച്ചോറ്, ഹൃദയം, ആമാശയം, വൃക്ക. വിസർജന അല്ലേ? വിസർജിക്കുന്നു അല്ലേ? പുറത്തേക്ക് കളയണം. വിസർജന അവയവം ഏതാണ്? ആൻസർ എന്താണ്? നമ്മുടെ വൃക്ക അല്ലേ? കിഡ്നിയാണ്. മൂത്രത്തിനെ അരിച്ചു മാറ്റുന്നു. നെക്സ്റ്റ്, ഇവിടെ നിന്നും ബ്ലഡിൽ നിന്നും യൂറിക് ആസിഡിനെയൊക്കെ നമുക്ക് അരിച്ചു മാറ്റുന്നു. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? പാറ്റ, മനുഷ്യൻ, മത്സ്യം, മണ്ണിര. 4 അറയുള്ള ജീവി ഏതാണ്? 4 അറയുള്ളത് ആർക്കാണ്? മനുഷ്യനല്ലേ? 2 ഓറുക്കളും അല്ലേ? പിന്നെ 2 വെൻട്രിക്കിളും അതല്ലേ? 4 അറ വരുന്നത് അതാണ്. 2 ഓറുക്കിൾസും അല്ലേ? ഓറുക്കിളുകൾ 2 എണ്ണം, പിന്നെ ഇത് വെൻട്രിക്കിൾസ് താഴെ. 4 അറയുണ്ട്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ ആരാണ്? നമുക്കറിയാമല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആരാണത്? വീണ ജോർജ്. വേണം നമുക്ക് അതിനോട് തെറ്റിക്കുകയും ചെയ്യില്ല. നമുക്ക് അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ ബി അറിയാം. പക്ഷെ നമ്മൾ എങ്ങോട്ട് വേണേൽ കുത്താൻ പോയിട്ട് സിയിലേക്ക് വേണേൽ പോയി കുത്തും. ബി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആൻസർ OMRലില്ലേ വന്ന് പബ്ലിഷ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ തെറ്റിപ്പോകും അങ്ങോട്ടങ്ങ്. നമ്മുടെ അശ്രദ്ധയാണത്. ഇല്ല, അത് പാടില്ല. ഒക്കെ ശ്രദ്ധിക്കണം. ആ സമയത്ത് നമുക്ക് ഏറ്റവും അറിയാവുന്ന ആൻസർ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻസ് മാറ്റി ഇവിടെ കൊണ്ട് കുത്തിക്കളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് പാടാം. നമ്മൾ കോൺസെൻട്രേഷൻ ഈസ് വളരെ നല്ലത് അവിടെ ആ സമയത്ത് വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്നവ ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അല്ലേ? വെള്ളത്തിൽ ലയിക്കുന്ന ബി എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് അല്ലേ? ബി ആൻഡ് സി ആണ് വെള്ളത്തിൽ ലയിക്കുന്നത് അല്ലേ? ബാക്കി ഏതാണ്? അടക്ക്, ADEK. അടക്ക് എന്ന് പറയുമ്പോൾ ആരാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ. ബിയും സിയും വെള്ളത്തിൽ ലയിക്കുന്നവ. നെക്സ്റ്റ് വൺ, മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാണ്? ഇതൊക്കെ അങ്ങ് റിപ്പീറ്റാണ് അല്ലേ? ഏതാണ്? താലോലം. നെക്സ്റ്റ് വൺ, മനുഷ്യരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 306, 206, 107, 150. എത്ര അസ്ഥി ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുന്നത് അല്ലേ? എത്ര അസ്ഥിയുണ്ട് നമുക്ക്? 206 അല്ലേ? എണ്ണം. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം എന്താണ്? ബ്ലഡ് പ്രഷർ, പനി, ജലദോഷം, മഞ്ഞപ്പിത്തം. ഇതിൽ ജീവിതശൈലി രോഗം നമ്മുടെ ജീവിതകാലത്തിനുള്ളിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അസുഖം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് അസുഖമാണ്? BP ആണ് അല്ലേ? ബ്ലഡ് പ്രഷർ ആണ്. അത് BP എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗം ആണ് BP. നമ്മൾ ഫുഡ് കഴിക്കുന്ന വെച്ച് BP ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഓർഗന് കേട് സംഭവിച്ചാൽ അല്ലേ, അത് ഫങ്ഷൻലെസ് ആവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് BP സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ കിഡ്നി ഫങ്ഷൻലെസ് ആവുകയാണെങ്കിൽ ആദ്യം കാണിക്കുക BP ആണ് കാണിക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ മറ്റെന്തെങ്കിലും പ്ലീഹ അതുപോലുള്ള പല ഓർഗൻസിനും നമ്മുടെ ബോഡിക്കകത്ത് പല സിംറ്റംസ് ഓർഗൻസിന് രോഗം വരുമ്പോൾ നമുക്ക് ആദ്യം കാണിക്കുന്നത് എന്തുവാ? BP കൂടുക ചെയ്യുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗം എങ്ങനെയാണ്? ഫുഡ് കഴിക്കുമ്പോൾ നമ്മളത് ഉപ്പ് കഴിക്കുക അല്ലേ? അങ്ങനെ വന്നുമ്പോഴും BP ഉണ്ടാകും. നമുക്കിവിടെ ഓപ്ഷൻ വന്ന BP മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ ആൻസർ അത് വന്നത്. നെക്സ്റ്റ് വൺ, ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസിസ്. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? വൈറസാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ്. ഒരാൾ മൂക്ക് ചീറ്റിയ അടുത്ത 2 ദിവസം അല്ല അടുത്തിരിക്കുന്ന ആളും മൂക്ക് ചീറ്റും അല്ല, ആ ഹോളിരിക്കുന്ന എല്ലാവരും തന്നെ മൂക്ക് ചീറ്റി കളയും. ഒരു വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം സംഭവിച്ചിരിക്കും. നെക്സ്റ്റ്, കാരണം ആരാണ്? വൈറസ് ആയതുകൊണ്ടല്ലേ. നെക്സ്റ്റ്, കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? കോളറ,
ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോം. ആരാണ് വരുന്നത്? കൊളറ, വിബ്രിയോ കൊളറ അല്ലേ, ബാക്ടീരിയ ആണ്. വിബ്രിയോ കൊളറ ബാക്ടീരിയ. 81ൻ്റെ ആൻസർ ഈ മാത്സ് ചെയ്ത് നോക്കണം കേട്ടോ. 81 ആൻസർ 2 ആണ്. സിമ്പിൾ കണക്കാണെന്ന് തോന്നിയത് അല്ലേ. അറ്റൻഡറിൻ്റെ ആയതുകൊണ്ട് സിമ്പിൾ നോക്കാം. ആൻസർ പറയാൻ നിങ്ങൾ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് 82ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 83 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 84ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം മാർക്ക് നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ മാത്സ് കൂടി ചെയ്തിട്ട് അങ്ങനെ നോക്കണം, എത്ര മാർക്ക് കിട്ടുന്നതെന്ന് നോക്കണം. നെക്സ്റ്റ് 85ൻ്റെ ആൻസർ നമുക്ക് എത്ര വരിക? ഓപ്ഷൻ സി വരുന്നുണ്ട്. 86 എ. LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അല്ലേ ഇത് ഫുള്ള് ചെയ്യാൻ പറ്റും. അറ്റൻഡർ ഇച്ചിരി താഴ്ന്ന ലെവലുള്ളതല്ലേ. നെക്സ്റ്റ് 87 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 89 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 90 വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇവിടെ 91 കടൽ, കപ്പൽ, മരുഭൂമി. 91 ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 92 അല്ലേ, ഇതൊക്കെ ചെയ്യാം. ഇവിടെ 92 ആൻസർ ഓപ്ഷൻ എ ആണ്. 93 ഓപ്ഷൻ ഡി ആണ്. 94 ഇപ്പോൾ LP ആയാലും ബി ആണ്. LPക്ക് ആയാലും LDCക്ക് ആയാലും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നു എന്ന് നോക്കണം. അതനുസരിച്ച് നമ്മുടെ ഇത് കൂട്ടാമല്ലോ, പഠനം കൂട്ടണം പെട്ടെന്ന് തന്നെ. നെക്സ്റ്റ് 95 എന്ന് പറയുമ്പോൾ 94 ബി ആണ്. 95 ഓപ്ഷൻ സി ആണ്. 96 ഓപ്ഷൻ എ ആണ്. 97 ബി ആണ്. ഇതിലൊരു 90 ഒക്കെ വാങ്ങിക്കുന്നതിനാണെങ്കിൽ സൂപ്പർ അല്ലേ. 97 ബി ആയിരുന്നു. 98 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്. ഇത് ഫൈനൽ ആൻസർ കീ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ, അല്ലെങ്കിൽ കണക്ക് തന്നെ കിട്ടുപോയ പോരായിരുന്നോ. 99ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 100ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി അല്ലേ. ഇപ്പോൾ LPക്കാർക്കാണെങ്കിൽ ഇതിൽ 70 ചെയ്തിട്ടാ അത്രയൊക്കെ ഞാൻ ഇച്ചിരി ആയി എന്ന് പറയാം അല്ലേ. LDക്ക് പക്ഷേ അത്രയും പോരാ, കുറച്ചുകൂടി വേണം അല്ലേ. 85 90 കിട്ടും. അത്രയാണെങ്കിൽ നമുക്കൊരു LDക്ക് പ്രതീക്ഷിക്കാം. ഇത് ഇച്ചിരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എന്നാലും കുറച്ച് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് അല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ ഓൾ ഓഫ്.